സിയോൻ മണവാളൻ അത് ശരിക്കും രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ട് ആ സിനിമയ്ക്കുള്ളിൽ. അത് ഒരു ഭക്തിഗാനമായിട്ടല്ല അതിനകത്ത് കാണിക്കുന്നത്. ഭക്തിഗാനം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും അതിന് വേറൊരു അർത്ഥമാണ് ഉള്ളത്. അത് പക്ഷെ ഭക്തിഗാനത്തിന്റെ മോഡലിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ചെയ്യുന്ന സമയത്ത് ചെയ്ത് അങ്ങനെ തന്നെയാണ്. പള്ളിയിലെ പെന്തക്കോസ്തിന്റെ പള്ളിയിലെ ഒരു സോങ് അങ്ങനെ തന്നെ പറഞ്ഞാണ് അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പള്ളിയിൽ പോയത്. നോക്ക്, ഇവർ രണ്ടുപേരും ഒന്നുമില്ല. കാര്യം അവർ ക്രിസ്തീയത്തിൻ്റെ വേറെ വിഭാഗങ്ങളായ കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും ചിലപ്പോൾ. ഒറ്റയ്ക്ക് പോയി ഞാൻ അവിടെ നിന്ന് ഈ പാട്ട് ഇത് മുഴുവൻ ഇതും കണ്ടു. പക്ഷെ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തോടെ അല്ല പോയെങ്കിൽ നമ്മൾ അതിനെ തടുവുമ്പോഴും അതിൻ്റെ പവർ അതാണ്, ഭയങ്കര ശക്തിയാണ്. ഈ കോറൽ വോയിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാലാഖമാരെന്ന് പറയുന്നത്. സാധാരണ മാലാഖമാരുടെ ഇതിനകത്ത് നമ്മൾ കോറൽ കൊടുക്കും, നമ്മളിങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് പോകും. പക്ഷെ എനിക്ക് ഉദ്ദേശം എന്തൊക്കെ വാക്കാണ്, ഏതാണ് ഇതിൻ്റെ താളം എന്ന് കണ്ടുപിടിക്കാൻ നല്ല ദുരുദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പാട്ടിലേക്ക് ഒതുങ്ങി. അത് കഴിഞ്ഞ് പെന്തക്കോസ്തുകാർ വീട്ടിൽ വന്നിരുന്നു, ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും. അതെൻ്റെ കൽബ് എഴുതിയപ്പം മലപ്പുറത്ത് നിന്ന് എനിക്ക് വിളി വന്നു.